അതങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ വരാം. ഏവർക്കും ബയോമെക്കിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരിമ്പൂരാണ്. 2.5 കിലോ വേസ്റ്റിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ കത്തിക്കാനും പറ്റുന്ന മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. ബയോമെക് 10L ആണ്. കംപ്ലീറ്റ്ലി പോർട്ടബിൾ ആണ്. 4 അംഗങ്ങളുള്ള കുടുംബത്തിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിൽ വേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിൽ. ഇവിടെ പ്ലാറ്റ്ഫോമിൽ വരെ നമ്മൾ കല്ല് ഒതുക്കി വെച്ച് അതൊരു പ്ലാറ്റ്ഫോം ആക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പറഞ്ഞ പോലെ 2.5 കിലോ പ്ലസ് 4 ലിറ്റർ വെള്ളമാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന. 1.5 മണിക്കൂറാണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട്. 30 years ആണ് നമ്മുടെ വാറണ്ടി. ഈ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. വീണ്ടും പലർക്ക് ക്ലിയർ ആവാത്ത ഡൗട്ടുകളുണ്ട്. മെയിനായിട്ട് വേസ്റ്റ് ഇടുന്ന കാര്യങ്ങളും അതുപോലെ സ്ലറി വരുന്ന കാര്യങ്ങളൊക്കെയാണ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതെന്ന് ഓർത്തിട്ടാണ് നമ്മൾ പറയാഞ്ഞത്. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇതിൽ നമുക്ക് 2.5 കിലോ പ്ലസ് 4 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് വളരെ ചെറുതാക്കി നുറുക്കിയതിന് ശേഷം മാത്രമേ വേസ്റ്റ് ഇടാൻ പാടുള്ളൂ. ഞങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അപ്പാടെ അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ പ്ലാന്റ് വർക്ക് ചെയ്യാതെ വരികയും ബ്ലോക്ക് ആവുകയും പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യും. പിന്നെ ഒരുപാട് പേര് സൊല്യൂഷൻസ് ഇതിങ്ങനെ ഉണ്ടായാലും സൊല്യൂഷൻസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങളാണ് റെമഡീസ് എന്ന് പറയാൻ, അല്ലെങ്കിൽ റെമഡീസ് എന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് ചെയ്തിട്ടും സക്സസ്ഫുൾ അല്ലെങ്കിൽ പ്ലാന്റ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വീണ്ടും നിറയും. ഇതിൽ പ്ലാന്റിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് 30 years ആണ്. വർക്കിംഗ് വാറണ്ടി എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ് വെച്ച് വർക്കിംഗ് കണ്ടീഷനിലായതിനു ശേഷം വർക്കിംഗ് വാറണ്ടി എക്സ്പയർ ചെയ്യുമെന്ന് തന്നെ പറയാം. വർക്കിംഗ് വാറണ്ടി അതോടുകൂടി എക്സ്പയർ ആയി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, വേസ്റ്റ് ഇടുന്ന പ്രക്രിയ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇടുന്ന വേസ്റ്റ് എങ്ങനത്തെ സ്വഭാവമുള്ള വേസ്റ്റ് ആണെന്നുള്ളത് നമ്മുടെ യൂസർ മാനുവലിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളും ഫോളോ ചെയ്യുക. 3, പ്ലാന്റ് ഡാമേജ് വരാതെ നോക്കുക. പ്ലാന്റ് ഡാമേജ് വരുന്നതിൻ്റെ കാരണങ്ങൾ, ഒന്ന്, വലിയ ഷാർപ്പ് ഒബ്ജക്ട്സ് ഉള്ള പൈപ്പോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് ഇൻലെറ്റിൽ കുത്തുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അതിന് പകരം ഫ്ലെക്സിബിൾ ഹോസ് തയ്യാറാക്കി വയ്ക്കുക. അത് വെച്ചിട്ട് വേണം നമ്മൾ പ്ലാന്റ് ഇൻലെറ്റ് ഔട്ട്ലെറ്റും കുത്തി കൊടുക്കാനായി. പിന്നെ വാൾവ്, സ്റ്റൗവ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാൾവ് അതുപോലെ തന്നെ ലൂബ്രിക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തുരുമ്പ് വരും. ബ്രാസ് ആണെങ്കിൽ പോലും അത് തുരുമ്പ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഗ്യാസ് തുരുമ്പ് പിടിപ്പിക്കുന്ന ഗ്യാസാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റ് വെളിയിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് മഴയും വെയിലും മാറി കൊള്ളുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിച്ചു പോകാനും അത് സാധ്യത കൂടുതലാണ്. അപ്പോൾ ലൂബ്രിക്കേഷൻ കൊടുക്കും തോറും അതിൻ്റെ ലൈഫ് കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ സ്റ്റൗവിൽ എവിടേക്കാണ് നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുക. പുതിയ വീഡിയോ കണ്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓണം അനുബന്ധിച്ച് നമ്മൾ ഓണം ഓഫേഴ്സ് അവൈലബിൾ ആണ്. അത് താല്പര്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് ആൾക്കാരെ നോക്കുന്നുണ്ട്. അത് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ നമ്മുടെ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ അയക്കേണ്ടതാണ്. ഇനി ഇൻസിനറേറ്റേഴ്സ് വേണ്ടവർക്കാണെങ്കിലും കോംബോ ഓഫേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, താങ്ക് യു.